ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിട്ടുമാറാത്ത ചുമ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കെട്ടിക്കിടക്കുന്ന കഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹോം റെമഡി കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലാർക്കെങ്കിലും ചുമ കഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ആദ്യം ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നീട് കാണിക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ചധികം ചെറിയുള്ളിയാണ്. ചെറിയുള്ളി വെച്ചിട്ടാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ചെറിയുള്ളിയുടെ നീര് മാത്രമായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയുള്ളിയുടെ തൊഴിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇതുപോലെ ഒന്നൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. കുറച്ചധികം തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ നീര് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നോ രണ്ടോ ചെറിയുള്ളൊന്നും എടുത്താൽ നമുക്ക് നീര് ഫുള്ളായിട്ട് കിട്ടില്ല, കുറച്ചധികം നീര് വേണം. അപ്പോൾ നമുക്കിത് ഒരു 3-4 ദിവസങ്ങളിലൊക്കെ കുടിക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്കൊരു ചെറുള്ളി നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇടിക്കല്ലിലിട്ടിട്ട് കുറേശ്ശായിട്ട് ഇതിങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. വെള്ളം ഒട്ടും ഒഴിച്ചെടുക്കാതെ വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും അതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇടിക്കലിൽ ഇങ്ങനെ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് ചതച്ചെടുക്കാനായിട്ട് പറ്റൂല. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അരിപ്പയിലോ എങ്ങനെ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അരിപ്പയിൽ അരിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ എളുപ്പം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് ചതഞ്ഞ് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അങ്ങ് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നീര് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ചതഞ്ഞ് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന് നീര് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. അതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ നീര് ആ ഒരു ചെറിയുള്ളിയുടെ നീര് മാത്രം വേണം, എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുക്കട്ടെ. ഇപ്പോൾ അത്രയും എടുത്തിട്ട് ഇത്രേ നീര് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അധികം പൊടിഞ്ഞിട്ടില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞ കുരുമുളക് പൊടി എടുക്കാനായിട്ട് നോക്കുക. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതി. ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക, ബാക്കി തേന് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവർക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സാധാരണ വലിയവരൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂട്ടിയിട്ട് ഒരു കുറച്ചും കൂടി നമ്മളെടുത്തതിൻ്റെ കുറച്ചും കൂടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടി മിക്സ് ആക്കി ഇടുക. ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ദിവസം 3 നേരങ്ങളിലായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ചുമയൊക്കെ പെട്ടെന്ന് തന്നെ പമ്പ കടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡോക്ടറൊക്കെ കാണിക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കഫക്കെട്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമയോ കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഹോം റെമഡി ഉണ്ടാക്കി നോക്കണേ.